ഇന്നൊരു പാൽ കേസരി ചെയ്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു. ഇൻഗ്രീഡിയൻസും കുറച്ച് മതി, ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ. അപ്പോൾ ആദ്യം ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക, നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പിടുക. പക്ഷേ എൻ്റെ അത് ഇച്ചിരി കരിഞ്ഞു പോയെന്ന് തോന്നുന്നു. അത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പാനിലേക്ക് തന്നെ കുറച്ച് റവ ഇടുക. റവ നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നേരത്തെ ഒരു കുറച്ച് പാല് കാച്ചി വെക്കണമായിരുന്നു. ആ പാല് ചൂടോടെ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കുക, വീണ്ടും ഇളക്കുക. പാലിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടയൊക്കെ കാണും കേട്ടോ. പക്ഷേ നമ്മൾ നല്ലപോലെ ഇളക്കി അതൊന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അത് കുറച്ച് സമയമെടുത്ത് ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പാലൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചേർന്നിങ്ങനെ വരുമല്ലോ, ആ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേനും ഒന്ന് ചെറുതായിട്ട് അതൊക്കെ ഒന്ന് അലിഞ്ഞ് അത് വീണ്ടും ചെറുതായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി അത് വീണ്ടും അതെല്ലാം ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പോലെ തോന്നും. പക്ഷേ എൻ്റെ അതിലെന്തോ കുറച്ച് കട്ടയായ പോലെ ഉണ്ട്. ഞാനതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് പാല് ചേർത്തായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നീട് അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഇടുക. വീണ്ടും നമ്മൾ നല്ലപോലെ ഇളക്കി ആ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുമ്പോഴത്തേനും അണ്ടിപ്പരിപ്പും ചേർക്കുക. പിന്നെ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി നമ്മൾ സെർവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബൗളിലോട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പാത്രത്തിലോട്ടോ മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിതിനകത്ത് ഒരു ചെറിയൊരു ബൗളിനകത്തോട്ട് ആക്കിയിട്ടാണ് ഇതാക്കിയത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.